നെയ്മർ ആരാധകരും ബ്രസീൽ ആരാധകരും കേരളത്തിലൊക്കെയുള്ള എല്ലാ ആരാധകരും ഇപ്പൊ ഒരു ടെൻഷനാണ്. ഇപ്പൊ പല മാധ്യമങ്ങളും റീച്ചിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെയ്മറെ അഞ്ചലോട്ട് ഒഴിവാക്കാൻ പോവാണ് വേൾഡ് കപ്പ് സ്ക്വാഡ് എന്നൊക്കെ. പക്ഷെ സത്യാവസ്ഥ അതൊന്നല്ല. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ESPN ബ്രസീൽ അതുപോലെ തന്നെ ഗ്ലോബോ ബ്രസീൽ ഒക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരു ചേഞ്ചും ലോകകപ്പ് സ്ക്വാഡിൽ അഞ്ചലോട്ട് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നെയ്മർക്ക് പരിക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാഫിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, മൈനർ ഇഞ്ചുറി. ഇപ്പൊ ഇന്നലെ സാന്റോസിന്റെ കോച്ചടക്കം പറഞ്ഞു മൈനർ ഇഞ്ചുറി 5-6 ദിവസത്തേക്ക് വേണമെങ്കിൽ അത് റിക്കവർ ചെയ്ത് വരാവുന്ന അത്രയ്ക്കുള്ള ഒരു ഇഞ്ചുറി ഉള്ളൂ. അതുകൊണ്ടാണ് സാന്റോസിന്റെ ഇന്നലത്തെ ഗെയിം ഒന്നും നെയ്മറെ കൊണ്ട് കളിപ്പിക്കാണ്ടിരുന്നത്. കാരണം ലോകകപ്പിന് പൂർണ്ണമായി നെയ്മറെ ഫിറ്റാക്കി കൊടുക്കുക എന്നതാണ് സാന്റോസ് ടീമിന്റെ ഫിസിക് ടീമിന്റെ ലക്ഷ്യമെന്ന് ഇന്നലെ എടുത്തു പറഞ്ഞിരിക്കുന്ന സാന്റോസിന്റെ കോച്ച്. ഇത് കേട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ആശ്വാസമുണ്ട്. 5-6 ദിവസം ഇപ്പൊ ഗ്ലോബൽ പറയണ 5 തൊട്ട് 10 ദിവസത്തിനിടയിൽ എത്ര ദിവസം വേണമെങ്കിലും മതി, അതിനുള്ളിൽ നെയ്മർ പൂർണ്ണ ഫിറ്റ് ആയിട്ട് ട്രെയിനിങ് ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് വേണ്ടത്. എങ്ങനെയാണ് നമുക്ക് സമയമുണ്ട്. ബ്രസീലിന് 27-ാം തീയതി മാത്രമാണ് സ്ക്വാഡ് പ്രാക്ടീസ് തുടങ്ങുന്നുള്ളൂ. അവരെ എന്താ പറയാ വേൾഡ് കപ്പിന് വേണ്ട എല്ലാ ടീം അംഗങ്ങളും എത്തി കളിച്ചു തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഇപ്പത്തേക്ക് 7 ദിവസം തന്നെ ഇനി ബാക്കിയുണ്ട്. അത് ധാരാളമാണെന്നാണ് ഇപ്പോൾ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത്. സോ നെയ്മർ ഫാൻസ് ഡോണ്ട് വെറി, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വാർത്തയൊന്നുമില്ല. നെയ്മർ ലോകകപ്പിനുണ്ടാവും. നെയ്മർ ലോകകപ്പ് ബ്രസീലിന് നേടിക്കൊടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമുക്ക് നോക്കാം എവിടെയായി എന്ന് തൊട്ട് നെയ്മർ പ്രാക്ടീസിന് ഇറങ്ങുമെന്നൊക്കെ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.